الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن اهتدى بهداهم إلى يوم الدين. أما بعد، فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. فقد قال الله سبحانه وتعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ, ഗൗരവത്തിൽ ഉണർത്തുകയാണ്. മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിൽ വിവിധങ്ങളായ പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നവരാണ്. പലപ്പോഴും അവർക്ക് കിട്ടാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വല്ലാത്ത മനോവിഷമത്തിലായിരിക്കും ഉണ്ടാകുക. കാരണം നമ്മുടെ നോട്ടം, നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ ആലോചിക്കുന്നതും പലപ്പോഴും നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കിക്കൊണ്ടായിരിക്കും. അപ്പൊ സ്വാഭാവികമായും അവന്റെ മനസ്സ് ആകുലപ്പെട്ടുകൊണ്ടേയിരിക്കും. മാനസികമായി പലപ്പോഴും സംതൃപ്തമല്ലാത്ത രൂപത്തിൽ അയാൾ ഇങ്ങനെ ജീവിതം കഴിച്ചു കൂട്ടിക്കൊണ്ടേയിരിക്കും. എന്തൊക്കെയാണ് ഇവൻ ഇങ്ങനെ ആകുല ചിത്തനാവാനും ഇവനിങ്ങനെ ടെൻഷൻ അടിക്കാനും മാനസികമായ സംതൃപ്തി ഇല്ലായ്മയിലേക്കും എത്താനുള്ള കാരണമെന്താണ്? എന്താണ് നമ്മളെയൊക്കെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്ന് ആലോചിക്കൽ ആവശ്യം. അവിടെയാണ് പ്രഗത്ഭനായ സലഫുകളിൽപ്പെട്ട ഒരു പണ്ഡിതന്റെ ഒരു വാക്ക് ഞാൻ ആമുഖമായി പറയാം. ഔൻ ഇബ്നു അബ്ദുല്ലാഹി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, സ്വഹിബത്തുൽ അഗ്നിയാ ഫലം അറ അഹദൻ അക്സറ ഹമ്മൻ മിന്നി.
ഞാൻ സമ്പന്നരായ ആളുകളോടൊപ്പം സഹവസിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ അവരുമായി സഹവസിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ മനോവ്യഥയുള്ളത് എനിക്കാണ്. കാരണം അറാദാബത്തൻ ഖൈറൻ മിൻ ദാബത്തി വതൗബൻ ഖൈറൻ മിൻ തൗബി. ഞാൻ നോക്കുമ്പോൾ എന്നെക്കാളും മുന്തിയ തരത്തിലുള്ള വാഹനങ്ങളൊക്കെ അവർക്കല്ലത്. ഞാൻ നോക്കുമ്പോൾ എന്നെക്കാളും വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതും അവരാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ മനോവിഷമത്തിലാണ്. അവരോടൊപ്പം സഹവസിച്ചു കൊണ്ടിരിക്കുമ്പോഴെല്ലാം എൻ്റെ ചിന്ത അങ്ങനെ പോവാ. നോക്കുമ്പോൾ എന്നെക്കാളും നല്ല മൃഗമാണ് അവരുടേത്, വാഹനം. എന്നെക്കാളും വില കൂടിയ വസ്ത്രങ്ങളാണ് അവർ ധരിക്കുന്നത്. അപ്പൊ ഞാൻ എന്നിലേക്ക് നോക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം അനുഭവപ്പെടുകയാണ്. അദ്ദേഹം പറഞ്ഞു, സ്വഹിബത്തുൽ ഫുഖറ, ഞാൻ ദരിദ്രന്മാരായ ആളുകളുമായി സഹവസിച്ചു. അപ്പൊ എനിക്ക് ഭയങ്കര റാഹത്തായി. എനിക്കൊരു മനോവിഷമവും ഇല്ല, ഒരു ടെൻഷനും ഇല്ല, ഒരു വിഷമമില്ല. എനിക്ക് നല്ല റാഹത്തായി. ഇതൊരു വല്ലാത്ത ആശയമാണ്. ഒരുപക്ഷെ നമ്മളുടെ എല്ലാം മനസ്സുകളെ ആകുലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്കുള്ള കൃത്യമായ ഒരു മറുപടിയാണ് പറഞ്ഞത്. എന്താണ് കാര്യം? നമ്മളെപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കും നമ്മുടെ ചിന്ത, എനിക്ക് എന്ത് അനുഗ്രഹമാണ് പഠിച്ചോൻ തന്നത്. നിങ്ങൾ നോക്കൂ, അയാളെ നോക്കൂ, എത്ര സമ്പത്താണ് അയാൾക്കുള്ളത്. അങ്ങോട്ട് നോക്കൂ, അയാളുടെ വീട് എന്തൊരു വിശാലമായ സൗകര്യങ്ങളുള്ള വീടാണ് അയാളുടേത്. അയാളുടെ വാഹനം നോക്കൂ, എത്ര മുന്തിയ വാഹനമാണ്. അയാളുടെ പ്രോപ്പർട്ടികൾ നോക്കൂ, എത്രയാണ് അധികം. അങ്ങനൊക്കെ നോക്കുമ്പോ എനിക്കെന്ത് കിട്ടി, എനിക്കെന്തു അനുഗ്രഹമാണ് പഠിച്ചോൻ തന്നെന്ന് ഞാൻ പറയേണ്ടത് എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഓരോ ദിവസവും ആകുലപ്പെടുന്ന മനുഷ്യന്മാരുണ്ട്. ചില ആളുകൾ അവരെത്താൻ വേണ്ടിയിട്ട് തൻ്റെ വരുമാനം പോലും മറന്ന് കടം വാങ്ങിയും മറ്റതും മറിച്ചതുമൊക്കെയായി അയാൾ മഹാ അബദ്ധത്തിലേക്ക് വീണു പോകുന്ന സാഹചര്യങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മുടെ ചുറ്റുപാടുകൾ കണ്ട. അതുകൊണ്ട് ഇന്നത്തെ ഖുതുബയിൽ ഞാൻ ഒരു ഹദീസ് പറഞ്ഞുതരാം. ശരിക്ക് ജീവിതത്തിൽ ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് പോകാൻ പാടില്ലാത്തൊരു ഹദീസ്. അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉൻദുറൂ ഇലാ മൻ അസ്ഫല മിൻകും വലാ തൻദുറൂ ഇലാ മൻ ഹുവ ഫൗഖകും ഫഹുവ അജ്ദറു അല്ലാ തസ്ദറൂ നിഅമതല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഉൻദുറൂ ഇലാ മൻ അസ്ഫല മിൻകും, നിങ്ങൾ നിങ്ങളെക്കാൾ താഴെയുള്ളവരെ, ഏറ്റവും താഴെയുള്ളവരിലേക്ക് നോക്കൂ. വലാ തൻദുറൂ ഇലാ മൻ ഹുവ ഫൗഖകും, നിങ്ങളുടെ മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുത്. ഫഹുവ അജ്ദറു അല്ലാ തസ്ദറൂ നിഅമതല്ലാഹ്, അതാണ് അല്ലാഹു നിങ്ങൾക്ക് നൽകിയ നിഅമത്ത് ചെറുതായി കാണാതിരിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. നിങ്ങൾ എപ്പോഴും നോക്കേണ്ടത്, നിങ്ങളെക്കാൾ സൗകര്യങ്ങളുള്ള ആളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടിയ സൗകര്യം ചെറുത് തന്നെ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്കൊരു ഡിപ്രഷൻ വരാൻ തുടങ്ങും. നിങ്ങളെക്കാൾ ബിസിനസ് ഭയങ്കരമായിട്ട് നടക്കുന്ന ഒരാളെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളെ ബിസിനസ് ഒന്നുമല്ല, അപ്പൊ നിങ്ങൾക്ക് ഇത് അവസാനിപ്പിക്കാൻ തോന്നും. എനിക്കൊന്നും ഇല്ലാന്ന് തോന്നും. നിങ്ങളെക്കാൾ കരുത്തും തന്റേടവും ആരോഗ്യവും ഒക്കെ ഉള്ള ആളുകളുടെ പിന്നാലെ നോക്കിക്കൊണ്ട് പോയാൽ എനിക്കൊന്നും കിട്ടിയില്ലാന്ന് തോന്നും. ഇങ്ങനെ എനിക്കെന്ത് നിഅമത്താണ് കിട്ടിയത് എന്ന് ചിന്തിക്കുന്ന ആളുകളോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. എനിക്കെന്താണ് കിട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ അത്തരം ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യതാണ്. എന്താണ്? ഇന്നത്തെ ദിവസം നിങ്ങൾ എഴുന്നേറ്റത് ഒറ്റക്കാണോ, അതല്ല വേറൊരാളത്തെ സഹായത്തോടെയാണോ? 2, നിങ്ങൾ ഇവിടെ വന്നിരുന്നത് നിങ്ങൾ സ്വന്തമായി ഇരുന്നതാണോ, അതല്ല വേറൊരാൾ നിങ്ങളെ പിടിച്ചിരുത്തിയതാണോ? 3, നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്ന്
ആ ഭക്ഷണം നിങ്ങൾ സ്വന്തം കൈകൊണ്ട് വാരി തിന്നതാണോ, അതല്ല ഏതെങ്കിലും ട്യൂബ് ഇട്ടിട്ട് നിങ്ങൾക്ക് നൽകിയതാണോ, അതല്ല നിങ്ങളെ വേറൊരാള് സഹായിച്ചിട്ടും നിങ്ങൾക്കൊന്നും കഴിയാതിരുന്നിട്ട് മറ്റൊരു സഹായിച്ചു തിന്നതാണോ? നിങ്ങൾ കുടിച്ചത് അങ്ങനെയാണോ? നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ആവശ്യം നിറവേറ്റാൻ ബാത്റൂമിലേക്ക് പോയിട്ടുണ്ടല്ലോ, അവിടെ നിങ്ങൾ മൂത്രമൊഴിച്ചതും മറ്റു പ്രവർത്തനങ്ങൾ ചെയ്തതും നിങ്ങൾ സ്വന്തത്തിലാണോ, അതല്ല വേറൊരാള് നിങ്ങളെ സഹായിച്ചാണോ? എണ്ണി നോക്കുങ്ങള്. ഇന്നലെ രാത്രിയിൽ നിങ്ങൾ എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട്. ആ ഉറങ്ങിയത് നിങ്ങൾ സ്വസ്ഥമായി സുന്ദരമായി നിങ്ങൾ ഉറങ്ങിയിട്ടില്ലേ? അതല്ല വേദനകൾ കൊണ്ട് നിങ്ങളുടെ ഉറക്കം നഷ്ടമായിരുന്നോ? ഇങ്ങനെ നിങ്ങൾ നോക്കിയാൽ, ഞാനും നിങ്ങളും നോക്കിയാൽ, നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ എണ്ണിയാലൊടുങ്ങൂല. എന്നാൽ നമ്മൾ പറയും, എന്ത് എനിക്കെന്താ കിട്ടിയത്? അങ്ങോട്ട് നോക്കൂ, ഓന് കിട്ടിയച്ച് നോക്കുമ്പോ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ആലോചിച്ച് നോക്കേണ്ടുന്ന സുപ്രധാനമായ ഒരു വിഷയം അതാണ്. ഞാൻ ഇന്ന് എന്റെ പ്രവർത്തികളെല്ലാം ഒറ്റക്ക് ചെയ്തതാണ്, വേറൊരാളും എന്നെ സഹായിച്ചിട്ടില്ല. ഞാൻ ഇന്ന് എന്റെ റബ്ബ് എനിക്ക് നൽകിയ എന്റെ കൈയിന്റെ ആരോഗ്യം കൊണ്ട്, എനിക്ക് നൽകിയ ഭക്ഷണം എന്റെ കൈ കൊണ്ട് വാരി എന്റെ വായിലേക്ക് വെച്ച് എന്റെ നാവിലെ രസകുമിളകളുടെ പ്രവൃത്തി കൊണ്ട് അതിന്റെ രസവും അതിന്റെ താല്പര്യവും അതിന്റെ പ്രത്യേകതയും രുചിയും ഒക്കെ അറിഞ്ഞ് എന്റെ വയറ്റിലേക്ക് സ്വാഭാവികമായും പ്രശ്നമില്ലാതെ ഇറങ്ങിപ്പോകാൻ എനിക്ക് റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളിൽ ആ അനുഗ്രഹം ലഭിക്കാത്ത ആയിരക്കണക്കിന് മനുഷ്യന്മാർ എന്റെ ചുറ്റുഭാഗത്ത് ഈ ശാരീരികമായ അസ്വസ്ഥതകൾ ഉള്ളവരുണ്ട്. ഭക്ഷണം കിട്ടാതെ കൈവലഞ്ഞ മനുഷ്യന്മാരുണ്ട്. എന്റെ കുട്ടികളുടെ നാവിലേക്കും കൈയിലേക്കും ഞാൻ വെച്ചു കൊടുക്കുന്നത് പോലെ അതൊന്നും കൊടുക്കാനില്ലാത്ത ആയിരക്കണക്കിന് ആളുകൾ ഈ ഭൂമി ലോകത്തുണ്ട്. പക്ഷെ നമ്മുടെ കണ്ണുകൾ അങ്ങോട്ട് പതിയലില്ല, നമ്മുടെ കാതുകൾ അങ്ങോട്ട് തുറന്നു വെക്കലില്ല. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നതും ചിന്തിക്കുന്നതും ഒക്കെ നമ്മളെക്കാൾ ഹൈ ലെവലുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു, അവരുടെ അവസ്ഥ എന്താണെന്ന് നോക്കിയിട്ട് അങ്ങോട്ട് നീങ്ങാൻ. ഇന്ന് രാവിലെ നിങ്ങൾ എഴുന്നേറ്റു, ശാരീരികമായ ഒരു അസ്വസ്ഥതയും നിങ്ങൾക്ക് സംഭവിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് രാവിലെ ഉറക്കം എഴുന്നേറ്റപ്പോൾ തനിക്ക് ഡയാലിസ് ചെയ്യേണ്ടുന്ന ദിവസമാണ്, കുറെ മണിക്കൂറുകൾ ഞാൻ അതിനു വേണ്ടി പോയി ഇരിക്കേണ്ടി വരും എന്ന് ചിന്തിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യന്മാരുണ്ട് നമ്മുടെ ചുറ്റുഭാഗത്ത്. ഇന്ന് ഞാൻ ഉറക്കം എഴുന്നേറ്റപ്പോൾ സ്വസ്ഥമായി എഴുന്നേറ്റ ആളാണ്. പക്ഷെ ഇന്നത്തെ ദിവസം എനിക്ക് ഡേറ്റ് നൽകിയിട്ടുണ്ട്, കീമോ ചെയ്യാൻ ഡേറ്റ് നൽകപ്പെട്ട ദിവസമാണിത്, അത് ഞാൻ ചെയ്യാൻ പോകേണ്ടുന്ന സന്ദർഭമാണെന്ന് വിചാരിക്കുന്ന, അങ്ങനെ ആലോചിച്ചുകൊണ്ട് എഴുന്നേൽക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യന്മാരുണ്ട്. ഇവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, ഉൻദുറൂ ഉൻദുറൂ ഇലാ മൻ അസ്ഫല മിൻകും വലാ തൻദുറൂ ഇലാ മൻ ഹുവ ഫൗഖകുൻ ഫഹു അജ്ദറു അല്ലാ തദ്ദറു നിഅമതല്ലാഹ്. നിങ്ങൾക്ക് അല്ലാഹു നൽകിയ നിഅമത്തിനെ ചെറുതായി കാണാതിരിക്കാൻ ഏറ്റവും നല്ലതാണ്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്, മൻ അസ്ബഹ മിൻകും മാമിനൻ ഫി സിർബിഹി മുആഫൻ ഫി ജസദിഹി ഇൻദഹു ഖൂതു യൗമിഹി ഫകഅന്നമാ ഹീസത് ലഹു ദുനിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഒരാൾ തന്റെ വീട്ടിൽ തന്റെ താമസ സ്ഥലത്ത് നിർഭയനായി ഒരാൾ പ്രഭാതത്തിലായാൽ, ശാരീരികമായ ആരോഗ്യത്തോടെ ഒരാൾ എഴുന്നേറ്റാൽ, അയാൾക്ക് അന്ന് കഴിക്കാനുള്ള ഭക്ഷണം അയാളുടെ വീട്ടിൽ ഉണ്ടാവുകയും ചെയ്താൽ, അയാൾ ദുനിയാവ് മുഴുവനും ഒരുമിച്ച് കൂട്ടിയവനെ പോലെയാണ്. പറയൂ പ്രിയപ്പെട്ടവരെ, എനിക്ക് കിട്ടിയ അനുഗ്രഹത്തിന്റെ വലിപ്പത്രയാ? ഇന്നത്തെ ദിവസം എന്റെ റബ്ബ് എനിക്ക് നൽകിയ അനുഗ്രഹത്തിന്റെ വലിപ്പം എത്രയാ? പക്ഷെ എന്നിട്ട് ഞാൻ പറയും, വേറൊരാളെ നോക്കിയിട്ട് എനിക്കൊന്നും കിട്ടിയിട്ടില്ല, എനിക്കൊക്കെ എന്താ ഉള്ളത്, ഒന്നുമില്ല, മറ്റവർക്കൊക്കെ കിട്ടിയ എത്രയേ അധികം വലുത്. ഇങ്ങനെ റബ്ബിന്റെ അനുഗ്രഹങ്ങളെ തകർത്ത് കളയുന്ന വർത്തമാനങ്ങൾ മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹവും കൂടെയുള്ള ആളുകളും കൂടി നടന്നു പോകുമ്പോൾ ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ
അയാൾക്ക് കണ്ണുണ്ടൂടാ, 2 കണ്ണിനും കാഴ്ചയില്ലാത്ത മനുഷ്യൻ, 2 ചെവിയും കേൾക്കാത്ത മനുഷ്യൻ, സംസാരിക്കാനും കഴിയാത്ത മനുഷ്യൻ. അതിനു പുറമേ മാരകമായ രോഗം കൂടി അയാൾക്കുണ്ട്. ഇദ്ദേഹത്തെ കണ്ടുടനെ മഹാനായ സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ കൂടെയുള്ള ആളുകൾക്ക് ഒരു നസീഹത്ത് കൊടുക്കണമെന്ന് അദ്ദേഹം തോന്നി. അദ്ദേഹം ചോദിച്ചു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കാണ്, ഹൽ തറൗന ഫീ ഹാദാ മിൻ നിഅമില്ലാഹി ശൈഅൻ? ഈ നിൽക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യനുണ്ടല്ലോ, അയാളിൽ അള്ളാഹു കൊടുത്ത എന്തെങ്കിലും ഒരു നിഅമത്ത് നിങ്ങൾ കാണുന്നുണ്ടോ? കണ്ണുണ്ടൂടാ, കാത് കെട്ടൂടാ, സംസാരിക്കൂല, പോരാത്തതിന് മാരകമായ രോഗവും. അപ്പോൾ കൂടെയുള്ള ആളുകളൊക്കെ ചോദിച്ചു, അവരൊക്കെ പറഞ്ഞു, എന്ത് നിഅമത്താണ്? വലൈസ ഫീഹി അയ്യന. ഒക്കെ നമ്മളൊക്കെ നോക്കിയാൽ കാണാവുന്ന തരത്തിലുള്ള ഒരു നിഅമത്തും അയാൾക്കില്ല. ഒരു നിഅമത്തും കാണുന്നില്ലല്ലോ, എന്ത് നിഅമത്തുള്ളത്? സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചൊരു ചോദ്യം അല്ലാഹു ചോദിക്കാണ്, അലാ തറൗന യബൂലു വലാ യതഅശ്ശറു വലാ യതലവ്വ യഖ്റുജു ബൗലുഹു സഹ്ല. നിങ്ങൾ നോക്കൂ, ആ മനുഷ്യൻ അയാൾ മൂത്രമൊഴിക്കുന്നു. ആ മൂത്രമൊഴിക്കുമ്പോൾ ഒരു പ്രയാസവുമില്ലാതെ, ഒരു വേദനയുമില്ലാതെ വളരെ എളുപ്പത്തിൽ അദ്ദേഹത്തിന്റെ മൂത്രം പുറത്തേക്ക് പോരുന്നു. അദ്ദേഹത്തിന് ഒരു പ്രയാസവും അതിലുണ്ടായില്ല. അതെന്താണ്? ആ വാചകമുണ്ടല്ലോ, ഫഹാദിഹി നിഅമത്തും മിനല്ലാഹ്. അത് അയാൾക്ക് അല്ലാഹു നൽകിയ വലിയ നിഅമത്താണ്. നിങ്ങൾ നോക്കൂ, മൂത്രമൊഴിക്കുമ്പോൾ ദേഹത്ത് പടരാതെ സ്വസ്ഥമായി ഇരുന്ന് മൂത്രമൊഴിക്കുമ്പോൾ ആ മൂത്രം ഒരു പ്രയാസവുമില്ലാതെ, വിഷമമില്ലാതെ വളരെ എളുപ്പത്തിൽ പോകുന്നുണ്ടില്ലേ? ഇല്ലേ? എത്ര മനുഷ്യന്മാർക്ക്, നമുക്കൊക്കെ ഉള്ളതാണ്, നമുക്കൊക്കെ ഉണ്ട്. പക്ഷെ എന്നിട്ട് നമ്മളെന്ത് പറയും? എന്തനുഗ്രഹം എനിക്കുള്ളത്? അവിടെ കാറുണ്ട്, ഒരു വലിയ ബിൽഡിംഗ് ഉണ്ട്, ഓൻ അവിടെ സ്ഥലമുണ്ട്, ഇവിടെ സ്ഥലമുണ്ട്, എനിക്കെന്തള്ളത്? എന്നിട്ട് മാത്രം നോക്കൂല, അവനിലേക്ക് നോക്കൂല. അള്ളാഹ് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ചൊന്നും അവൻ ബോധവാനുമല്ല. അവൻ കാണുന്നവനാണ്, പക്ഷെ അവനത് പ്രശ്നമില്ല, കേൾക്കുന്നവനാണ്, എല്ലാം ഉണ്ട്. പക്ഷെ എന്നാലും അവൻ പറയുന്നത്, എനിക്കെന്ത് അനുഗ്രഹം കിട്ടി? അങ്ങോട്ട് നോക്കുങ്ങള്, അവിടെ ആ മനുഷ്യൻ എത്രയാ കിട്ടിയത്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഇനി പറയാൻ പോകുന്ന വാചകം നിങ്ങൾ ശീലിക്കേണ്ട വാചകം അല്ല കേട്ടോ പറയാൻ പോണത്. പക്ഷെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഈ ബാത്റൂമിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ആൺപിശാചിൽ നിന്നും പെൺപിശാചിൽ നിന്നും എന്ത് ചെയ്യുക? കാവൽ തേടണം എന്നുണ്ടല്ലോ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് പറയാണ് എന്ത്? അതായത് ഖലായിലേക്ക് പ്രവേശിച്ച അദ്ദേഹം പറയും, ബിസ്മില്ലാഹ് അൽ ഹാഫിൽ അൽ മുഅദ്ദി. അദ്ദേഹം പറയുന്നൊരു വാക്കാണ്. അവിടെ നിങ്ങട്ട് ഇറങ്ങിയാൽ അദ്ദേഹം പറയും, തന്റെ വയറ്റിൽ ഇങ്ങനെ കൈവെക്കും, എന്നിട്ട് പറയും, യാ ലഹാ മിൻ നിഅമ ലൗ യഅലമുൽ ഇബാദു ശുക്രഹാ. എന്താ പറയാ? അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയും, ആരാണ് അള്ളാഹ്? അൽ ഹാഫിൽ അൽ മുഅദ്ദി, എനിക്ക് സംരക്ഷണം നൽകി എന്റെ കാര്യങ്ങളൊക്കെ വീട്ടി തരുന്നവനായ അള്ളാഹ്. എനിക്കവിടെ ചെന്നിരുന്നാൽ അത് പുറത്തേക്ക് പോകാനുള്ള വഴി എളുപ്പമാക്കി എനിക്ക് വേണ്ട സൗകര്യം ഒരുക്കി തരുന്നവൻ എന്റെ റബ്ബാണ്. അവന്റെ നാമമാണ് ഞാൻ പ്രകീർത്തിക്കുന്നത്. ഇറങ്ങിയാൽ വയറ്റിൽ ഇങ്ങനെ കൈവച്ചിട്ട് പറയും, ഓ എന്തൊരു അനുഗ്രഹ റബ്ബേ നീ തന്നത് എനിക്ക്. ആളുകൾ അറിഞ്ഞിരുന്നെങ്കിൽ, ഇത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇതിനവർ ശുക്രിയാതെ പോകാൻ പറ്റുമായിരുന്നില്ല. നമ്മളോട് പറഞ്ഞല്ലോ, കേറുമ്പോ എങ്ങനെ പറയണം? ഇറങ്ങിക്കഴിഞ്ഞാൽ ഓഫ്രാനക് എന്ന് പറയണം. ചില ഹദീസുകളിൽ ആ ഹദീസിന്റെ സനദിൽ ദുർബലതയുണ്ട്. ചില ആളുകളൊക്കെ പഠിപ്പിക്കുന്നതും അങ്ങനെയാണ്. അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നി അൽ അദാ വഅഫാനി എന്ന് ചില ഹദീസുകളിലുണ്ട്. ദുർബലമാണ് എന്നാണ് ഹദീസിന്റെ പണ്ഡിതന്മാരൊക്കെ പറയുന്നത്. സഹീഹായി വന്നത് ഗുഫ്രാനക് എന്നാണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയ ആ അനുഗ്രഹത്തിന് തന്റെ റബ്ബിനെ ഓർക്കാൻ. പ്രിയപ്പെട്ടവരെ, ട്യൂബിട്ടുകൊണ്ട് മൂത്രം പുറത്തേക്ക് പോകുന്ന മനുഷ്യന്മാർ, ഒന്നിനും കഴിയാതെ
ഒന്നിരിക്കാൻ പോലും വഴിയാതെ കിടന്നേടത്ത് കിടന്ന് തന്റെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർ. ഒന്ന് പോകണമെങ്കിൽ പ്രയാസപ്പെട്ട് വിഷമപ്പെട്ട് അങ്ങേയറ്റത്തെ കഷ്ടപ്പെടുന്ന ആളുകൾ ധാരാളമുണ്ട്. പക്ഷെ അതൊന്നും എനിക്കില്ലല്ലോ, ഇല്ലേ? അതൊന്നും എനിക്കില്ലല്ലോ. എൻ്റെ റബ്ബപ്പ എനിക്ക് നൽകിയ അനുഗ്രഹത്തിന്റെ വലിപ്പം എത്രയാണ്. ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്ന ഈ വാക്ക് വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ കുട്ടികളെ, നമ്മുടെ മക്കളെ അവരെ ശീലിപ്പിക്കേണ്ടുന്ന കുറെ ശീലങ്ങളുണ്ട്. അതിലൊന്നാണ് ഇടക്കൊക്കെ മക്കളെ ഹോസ്പിറ്റലുകളിൽ ഇങ്ങനെ കൊണ്ടുപോകണം. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, രോഗിയെ സന്ദർശിക്കുക എന്ന വലിയ പ്രതിഫലാർഹമായ കർമ്മം. രണ്ടാമത്തൊരു കാര്യമുണ്ട്, തൻ്റെ ചുറ്റുപാടുകളിൽ ഈ രൂപത്തിൽ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരുടെ പ്രയാസങ്ങളും വിഷമങ്ങളും കണ്ടറിയാനും മനസ്സിലാക്കാനും അതോടൊപ്പം തനിക്ക് കിട്ടിയ അള്ളാഹു നൽകിയ അനുഗ്രഹത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി കൊടുക്കാനും ഒരു വലിയ കാര്യമാണത്. ജീവിതത്തിൽ രക്ഷിതാക്കൾ പ്രത്യേകം ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ടും. കാരണം എന്താണെന്നറിയോ? ആവശ്യങ്ങൾ ധാരാളമുണ്ട്. ധാരാളം ആവശ്യങ്ങൾ നമ്മുടെ കുട്ടികൾക്കുണ്ട്. ഒക്കെ സാധിപ്പിച്ചു കൊടുക്കാൻ. പക്ഷെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു വീഴ്ച വന്നാൽ അത് മനസ്സിലാക്കാൻ ആ കുട്ടികൾക്ക് സാധ്യമല്ല. അതോടുകൂടി തനിക്ക് ഇത്രയും കാലം തന്നിരുന്നവൻ തരാതെ വരുമ്പോഴുണ്ടാകുന്ന വെറുപ്പും വിദ്വേഷവും തനിക്ക് കിട്ടിയത് നഷ്ടമാകുന്നതിലുള്ള വല്ലാത്ത ആകുലതയും കൊണ്ടാണ് കുട്ടികൾ പ്രതികരിക്കാൻ തുടങ്ങുക. അവിടെയാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് തോന്നുന്നത് അറിയും, ഈ ഹദീസ് വീട്ടിൽ പ്രിന്റ് ചെയ്ത് അർത്ഥസഹിതം എഴുതി എപ്പോഴും കാണാൻ പറ്റുന്ന രൂപത്തിൽ വെക്കണമെന്നുണ്ട്. ഉൻദുറൂ ഇലാ മൻ അസ്ഫല മിൻകും വലാ തൻദുറൂ ഇലാ മൻ ഫൗഖകും. നിങ്ങളുടെ മുകളിലുള്ളവരിലേക്കല്ല നോക്കേണ്ട. സാധാരണ മോട്ടിവേഷൻ ആളുകൾ എന്നൊക്കെ പറയുന്ന ആളുകൾ അവിടെ സക്സസ് ആയി, ഇവിടെ സക്സസ് ആയി, അങ്ങോട്ട് നോക്കുന്നവർ അല്ലല്ല. ഇങ്ങോട്ട് നോക്കണം. എന്തുകൊണ്ടാണെന്നറിയോ? നിനക്ക് കിട്ടിയത് ചെറുതായി നിനക്ക് അനുഭവപ്പെടരുത്. ഗോൾ നല്ലതാണ്, പലതും നേടിയെടുക്കാനുള്ള ലക്ഷ്യം ഉണ്ടാവും, അത് ശരി തന്നെയാണ്. പക്ഷേ നീ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിനക്ക് കിട്ടിയതൊന്നും കുറവല്ല എന്ന ബോധ്യം നിനക്ക് എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. കാരണം നാളെ റബ്ബിന്റെ അടുത്ത് എത്തുന്ന സമയത്ത് കിട്ടിയതെല്ലാം ചോദ്യം ചെയ്യപ്പെടും. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. തീർച്ചയായും നാളെ നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തെക്കുറിച്ച് അന്നത്തെ ദിവസം ചോദ്യം ചെയ്യപ്പെടും എന്ന് പരിശുദ്ധ ഖുർആൻ. എങ്കിൽ എനിക്ക് കിട്ടിയ അനുഗ്രഹത്തെക്കുറിച്ച് ഞാൻ ഏറ്റവും ബോധവാനായിരിക്കണം എന്നാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനൽ ഹബീബ് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ കൽപ്പനകൾക്കനുസരിച്ച് ജീവിക്കണമെന്നൊരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു, അദ്ദേഹം അങ്ങാടിയിലൂടെ ഇങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ആളുകളും കൂടെയുണ്ട്. അബൂ ദർദാ റളിയല്ലാഹു അൻഹു ഇങ്ങനെ വരുമ്പോൾ അങ്ങാടിയിൽ ഒരു പെണ്ണുണ്ട്. വല്ലാത്ത നീളമുള്ള നാവ് എന്ന് പറഞ്ഞാൽ വല്ലാതെ ആളുകളെ ശകാരിക്കുന്ന, ചീത്ത വിളിക്കുന്ന, പരിഹസിക്കുന്ന ഒരു പെണ്ണ്. അവിടെ നിന്നിട്ട് അവളിങ്ങനെ കണ്ണിൽ കണ്ടവരൊക്കെ, അവൾക്ക് വിരോധമുള്ള ആളുകളൊക്കെ ഇങ്ങനെ ചീത്ത വിളിച്ച് നാവ് കൊണ്ട് അടിച്ചു തോൽപ്പിക്കാൻ. അതിങ്ങനെ കണ്ടപ്പോ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗ കാനത്ത് ഹാദിഹി ഖർസാഅ കാന ഖൈറൻ ലഹാ. ആ പെണ്ണ് നാവ് പൊട്ടയായിരുന്നെങ്കിൽ, എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ പറ്റാത്തൊരു പെണ്ണായിരുന്നെങ്കിൽ അത് അവൾക്ക് ഖൈറാകുമായിരുന്നു.
ഇതൊരു വലിയ വർത്താനാണ്. ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. ചില അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കിട്ടിയതാണ് പ്രശ്നം. അതില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ പ്രയാസത്തിൽ വിഷമത്തിലൊന്നും നമ്മൾ വീഴേണ്ടി വരുമായിരുന്നില്ല. ചില മനുഷ്യന്മാരുണ്ട്, നാവ് കൊണ്ട് മറ്റുള്ളവരെ ചീത്ത വിളിച്ച് പരിഹസിച്ച് നടന്നുകൊണ്ടേയിരിക്കുക. എപ്പോ നോക്കിയാൽ അയാളെ പണിയതാ. എങ്കിൽ അയാൾക്ക് ആ നാവ് കിട്ടാതിരിക്കലായിരുന്നു ഖൈറ്. കാരണം അയാൾക്ക് ആ നിഅമത്ത് കൊണ്ട് ഒരു ഗുണവും കിട്ടിയിട്ടില്ല എന്നർത്ഥം. ചിലപ്പോൾ ആളുകളെ നിരന്തരമായി ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും. കൈകൊണ്ട് ഉപദ്രവിക്കുന്നവരുണ്ട്, അധികാരം ഉപയോഗിച്ച് ഉപദ്രവിക്കുന്നവരുണ്ട്, അങ്ങനെ പല രൂപത്തിലും. അതൊക്കെ ചിലപ്പോൾ അവർക്ക് കിട്ടാതിരിക്കലായിരുന്നു നല്ലത്. ഇങ്ങനെയെങ്കിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാം, അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്ക്, അത് എന്നിലേക്കൊന്ന് ചേർത്ത് വെക്കുക. എന്നിട്ട് ഞാനൊന്ന് ആലോചിച്ച് നോക്കുക, എനിക്ക് കിട്ടിയ ഈ അനുഗ്രഹം എനിക്ക് ഗുണമാണോ അതല്ല ദോഷാണോ, എനിക്ക് കിട്ടാതിരിക്കലായിരുന്നില്ലേ ഖൈറ് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കണം. ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യം അല്ലാഹു പറഞ്ഞത്, വഇദ് തഅദ്ദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും. റബ്ബിദ വിളംബരം ചെയ്യുകയാണ്, നിങ്ങളെ റബ്ബിദ അറിയിക്കുകയാണ്, നിങ്ങൾ നന്ദി രേഖപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. വലഇൻ കഫർതും, നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തോട് നിഷേധഭാവമാണ് നിങ്ങൾക്കെങ്കിൽ, ഇന്ന അദാബീ ലശദീദ്, തീർച്ചയായും എന്റെ ശിക്ഷ അതികഠിനമായിരിക്കും കേട്ടോ എന്ന് അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ബോധവാനായി അതിന് തന്റെ റബ്ബിനോട് എങ്ങനെ നന്ദി രേഖപ്പെടുത്തണം എന്ന് മനസ്സിലാക്കി നന്ദിയുള്ള അടിമകളായി ജീവിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെയാവണം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം. എൻ്റെ നാവ്, എൻ്റെ കയ്യ്, എൻ്റെ കണ്ണ്, എൻ്റെ കാത്, അങ്ങനെയെല്ലാം അല്ലാഹു എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളാണ്. അത് ചില സമയത്ത് അവൻ തിരിച്ചെടുക്കാനും കഴിവുള്ളവനാണ്. അതുകൊണ്ട് എനിക്ക് കിട്ടിയതിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തേണ്ടവനാണ് എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം. എപ്പോഴും അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ കുറിച്ച് വലിപ്പത്തിൽ പറയണം. റബ്ബ് നൽകിയ അനുഗ്രഹത്തെ കുറിച്ച് ഇങ്ങനെ പറയണം. കണ്ടോ, എന്റെ റബ്ബ് എനിക്ക് നൽകിയ അനുഗ്രഹമാണിത്. ആ അനുഗ്രഹത്തെ കുറിച്ച് നിനക്ക് പറയാനും കഴിയണം. അതിനെന്ത് വേണം? അത് അനുഗ്രഹമാണെന്ന് എനിക്ക് ബോധ്യപ്പെടണമല്ലോ. അതിനാണ് താഴെയുള്ളതിലേക്ക് നോക്കിയാൽ നിന്റേത് വലുതായി നിനക്ക് തോന്നും, മുകളിലുള്ളവരിലേക്ക് നോക്കിയാൽ നിനക്ക് കിട്ടിയത് ചെറുതാണെന്ന് തോന്നും എന്നുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും നന്ദിയുള്ള അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ കേന്ദ്ര ഗവൺമെന്റ് പുതിയതായി കൊണ്ടുവന്ന വഖഫ് ആക്ട് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. മുസ്ലിം സമുദായത്തിന് ഗുണമാണെന്നൊക്കെ പറയാം. എന്തായാലും ഓലൊരിക്കലും മുസ്ലിമീങ്ങൾക്ക് ഗുണം ഉണ്ടാക്കാൻ നിൽക്കലില്ലല്ലോ. കാരണം ഓല അജണ്ട തന്നെ ഏറ്റവും മുഖ്യമായ ശത്രു ആരാന്ന് വെച്ചാൽ അത് മുസ്ലിമാണെന്ന് തങ്ങളുടെ പുസ്തകത്തിൽ തങ്ങളുടെ ഗുരുജി എഴുതി വെച്ചതനുസരിച്ച് ഫോളോ ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക്, പറയുന്ന ആളുകൾക്ക് എന്തായാലും വഖഫ് കൊണ്ട് ഞമ്മക്കൊരു ഗുണം ഉണ്ടാക്കാനല്ലല്ലോ. ഉറപ്പാണ് അതിൻ്റെ പിന്നിൽ ഹിഡൻ അജണ്ടയാണ്. അത്തരം അജണ്ടകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ശക്തമായ പ്രതിഷേധം മുസ്ലിം സമുദായത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എല്ലാ ഭാഗങ്ങളിലും അത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇവിടെ പെരുവള്ളൂർ പഞ്ചായത്ത് മുസ്ലിം മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റി എല്ലാ പള്ളികളിലും അറിയിച്ച പ്രകാരം എല്ലാ ആളുകളും ആ പ്രതിഷേധ സംഗമത്തിൽ വെള്ളിയാഴ്ച ഇന്ന് മഗ്‌രിബ് നിസ്കാര ശേഷം കാടപ്പടി മുടക്കയിൽ പള്ളി പരിസരത്ത് നിന്ന് പെരുവള്ളൂർ പഞ്ചായത്ത് മുസ്ലിം മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ റാലി സംഘടിപ്പിക്കാൻ സാധിക്കുന്ന ആളുകൾ എല്ലാവരും ആ പരിപാടിയിൽ പങ്കെടുക്കണം. നമ്മുടെ പ്രതിഷേധം അറിയിക്കണം. കാരണം ഇത് നമുക്ക് ഗുണമല്ല. നമ്മളൊരു പക്ഷേ ഇന്നോ നാളെയോ ലോകത്തുനിന്ന് ഭൂമിയിൽ നിന്ന് ഇല്ലാതാകാം. പക്ഷെ നമ്മുടെ വരാൻ പോകുന്ന ഒരു തലമുറ, ആ തലമുറ അനുഭവിക്കാൻ പോകുന്ന പ്രയാസങ്ങളെ കൃത്യമായി നോക്കിക്കാണാനുള്ള ചിന്തയും ബൗദ്ധികമായ വളർച്ചയും നമുക്കുണ്ടാവണം. അതുകൊണ്ട് തന്നെ പ്രതിഷേധ സംഗമങ്ങൾ അതാരങ്ങൾ നടത്തിക്കോളൂ, നമ്മളൊന്നും പോകേണ്ടയില്ല എന്ന് വിചാരിക്കരുത്. കാരണം എല്ലാം നമ്മളുടെ കൂടി ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുന്ന ആളുകളൊക്കെ പങ്കെടുക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം തന്ന് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. പ്രയാസകരമായ അവസ്ഥയിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്കെല്ലാം അള്ളാഹു രോഗ ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂടെയുള്ള സഹോദരനും അതുപോലെ
രോഗമുണ്ട്, അദ്ദേഹം ഹോസ്പിറ്റലിലാണ്, അദ്ദേഹത്തിന്റെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് നൽകുകയാണ്. അള്ളാഹു എല്ലാവർക്കും ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാത്തരം പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളിൽ നിന്നും അള്ളാഹു എല്ലാവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മുസ്ലിം ആയതിന്റെ പേരിൽ കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന ആളുകൾ അള്ളാഹുവർക്ക് കഷ്ടപ്പാട് ദുരിതങ്ങളും ഒക്കെ മാറ്റി കൊടുക്കുമാറാവട്ടെ. ഖൈറും ബർക്കത്തും അള്ളാഹു ചെയ്തു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു സാലിഹീങ്ങളാക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداء الدين بما شئت وكيف شئت يا ذا الجلال والإكرام. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.